ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 1980 ഓഗസ്റ്റ് 19 റിയാദിലെ റൺവേയിൽ വെച്ചിട്ടാണ് സൗദി അറേബ്യൻ എയർലൈൻസ് 163 അപകടത്തിൽപ്പെടുന്നത്. റൺവേയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തെങ്കിൽ പോലും എയർക്രാഫ്റ്റിനകത്ത് നിന്നും ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റിയില്ല. വിമാനത്തിനകത്ത് വിഷപ്പുക ശ്വസിച്ച് എല്ലാ യാത്രക്കാരും 301 പേരാണ് അതിനകത്ത് മരിച്ചു വീണത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണാം. സൗദി അറേബ്യൻ എയർലൈൻസ് 163 പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും റിയാദ് വഴി ജദ്ദയിലേക്ക് പോകുന്ന ഒരു യാത്രാ വിമാനമാണ്. പാകിസ്ഥാനിൽ നിന്നും റിയാദ് വരെയുള്ള ഫ്ലൈറ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ റിയാദിൽ വന്ന സമയത്ത് റിയാദിൽ നിന്നും 287 പാസഞ്ചേഴ്സാണ് എയർക്രാഫ്റ്റിൽ ബോർഡ് ചെയ്യുന്നത്. അവരെ കൂടാതെ 14 ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ക്യാബിൻ ക്രൂ മാത്രമല്ല, പൈലറ്റ്സും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയാണ് 14 പേരെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ റിയാദിൽ നിന്നും എയർക്രാഫ്റ്റ് എല്ലാ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ക്യാബിനിലുള്ളത് 287 പാസഞ്ചേഴ്സാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനകത്ത് കൂടുതലും സൗദി നാഷണൽസ് ആണ്. സൗദി നാഷണൽസിനെ കൂടാതെ ഇറാനിയൻസും അതുപോലെ പാകിസ്ഥാനീസും ഉണ്ട്. കൂടുതൽ ആളുകളും ജദ്ദയിലേക്ക് പോകുന്നത് മക്കയിൽ പോയിട്ട് ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആൾക്കാരാണ് കൂടുതലും എയർക്രാഫ്റ്റിനകത്തുള്ളത്. അങ്ങനെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സിലാണെന്നുണ്ടെങ്കിലും കൂടുതലും സൗദി നാഷണൽസും ഫിലിപ്പീനോ നാഷണൽസുമാണ് ഉള്ളത്. എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിലുണ്ടായിരുന്നത് ക്യാപ്റ്റൻ മുഹമ്മദ് അൽ കൗത്തറാണ്. അദ്ദേഹത്തിന് ഏകദേശം 35 വയസ്സുണ്ട്. 1965 അദ്ദേഹം സൗദി എയർലൈൻസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ഓഫീസറാണ് സാമി അബ്ദുള്ള ഹൈനാൻ. അദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് 42 വയസ്സുള്ള ഫ്ലൈറ്റ് എഞ്ചിനീയർ ബ്രാഡ്ലി കർട്ടിസ് ആണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് എയർക്രാഫ്റ്റിനകത്തുള്ളത്. അന്ന് അവർ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ലോക്ഹീഡ് L1011-200 ട്രൈസ്റ്റാർ എന്ന എയർക്രാഫ്റ്റാണ്. കോക്പിറ്റിനകത്തുള്ള ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഫ്ലൈറ്റ് എഞ്ചിനീയറും വളരെയധികം എക്സ്പീരിയൻസ് കുറവുള്ളവരായിരുന്നു. ക്യാപ്റ്റന് വളരെ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു എയർക്രാഫ്റ്റിലേക്ക് ടൈപ്പ് ട്രെയിനിങ് കിട്ടിയത്. ക്യാപ്റ്റൻ വേറൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു അത്ര നാളും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ എയർക്രാഫ്റ്റിലേക്ക് ടൈപ്പ് ട്രെയിനിങ് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 380 മണിക്കൂർ മാത്രമേ അദ്ദേഹം ഈ എയർക്രാഫ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ വളരെ യങ് ആണ്. അദ്ദേഹം 2 വർഷമായിട്ടുള്ളൂ ഫ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട്. അദ്ദേഹത്തിനും ഏകദേശം 120-125 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. ബ്രാഡ്ലി കർട്ടിസ് ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും എയർക്രാഫ്റ്റ് വളരെയധികം എക്സ്പീരിയൻസ് കുറവാണ്. ഇവരുടെ 3 പേരുടെ എക്സ്പീരിയൻസ് കൂട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വെറും 670 മണിക്കൂർ മാത്രമാണ് ഇവർക്ക് ഈ എയർക്രാഫ്റ്റിലുള്ള എക്സ്പീരിയൻസ്. റിയാദ് സമയം ഏകദേശം രാത്രി 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ഉള്ളപ്പോഴാണ് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ക്രൂസിംഗ് ഓൾട്ടിറ്റ്യൂഡ് എത്തിയതിന് ശേഷം ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് കോക്പിറ്റിനകത്ത് ഒരു വാർണിംഗ് അലാം കേട്ടു. ഈ വാർണിംഗ് അലാം കേട്ട ഉടനെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയറിന് മനസ്സിലായി ഇത് കാർഗോ കമ്പാർട്ട്മെൻറ്റിൽ തീ പിടിച്ചതുകൊണ്ടാണ് ഈ ഒരു അലാം വന്നതെന്ന്. അങ്ങനെ അദ്ദേഹം ഉടനെ ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ ഇതുപോലെ കാർഗോ കമ്പാർട്ട്മെൻറ്റിനകത്ത് തീ പിടിച്ചിട്ടുണ്ട്, ഈ ഒരു അലാം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പ്രകാരം പിന്നീട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നോക്കിയ സമയത്ത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പ്രകാരം ക്യാപ്റ്റനും അതുപോലെ ഫ്ലൈറ്റ് എഞ്ചിനീയറും തമ്മിലുള്ള സംസാരം, കമ്മ്യൂണിക്കേഷന് ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഫ്ലൈറ്റ് എഞ്ചിനീയർക്ക് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ക്യാപ്റ്റനോട് പറയണമായിരുന്നു, എങ്കിലാണ് ക്യാപ്റ്റന് മനസ്സിലാവുള്ളൂ. അങ്ങനെ അദ്ദേഹം 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കാർഗോ കമ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ തീ പിടിച്ചിട്ടുണ്ട്, C3 എന്ന കാർഗോ കമ്പാർട്ട്മെൻറ്റിലാണ് തീ പിടിച്ചത്. അങ്ങനെ ക്യാപ്റ്റൻ ഉടനെ തന്നെ അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിന് കാരണം 2 അലാമാണ് ഈ കാർഗോ കമ്പാർട്ട്മെൻറ്റിലുള്ളത്. അതിൽ ഒരു അലാം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ അലാം ഇൻടാക്റ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഉടനെ തന്നെ ഫസ്റ്റ് ഓഫീസറോട് വെന്റിലേഷൻ ഓഫ് ചെയ്തോളാൻ പറഞ്ഞു, വെന്റിലേഷൻ സ്റ്റോപ്പ് ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ അലാം കൂടെ ഓൺ ആവുന്നത്. ആ രണ്ടാമത്തെ അലാം കൂടെ ഓൺ ആയ സമയത്ത് ഇവർക്ക് മനസ്സിലായി എയർക്രാഫ്റ്റ് കാർഗോ കമ്പാർട്ട്മെൻറ്റിനകത്തുള്ള തീ കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ ഇതുപോലെ 2 അലാം വന്നിട്ടുണ്ട്, 2 അലാം ഓൺ ആയിട്ടുണ്ട്, എന്തായാലും കാർഗോ കമ്പാർട്ട്മെൻറ്റിനകത്തുള്ള തീ എന്തായാലും പടരുന്നുണ്ട് എന്ന് ഫ്ലൈറ്റ് എഞ്ചിനീയർ ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു. ക്യാപ്റ്റൻ ഉടനെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയറോട് പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാനുവലിൽ നോക്കിയിട്ട് ആ ഒരു എമർജൻസി ചെക്ക് ലിസ്റ്റ് എടുക്കുക. അതായത് സ്മോക്ക് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫയർ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയർ മാനുവലിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണ് ക്യാപ്റ്റൻസ് പിന്നീട് എന്ത് ചെയ്യണം, എന്ത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് നോക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റനോട് ഉടനെ ഫ്ലൈറ്റ് എഞ്ചിനീയർ എടുത്ത് പറഞ്ഞു, ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യൂ കർട്ടിസ്, പെട്ടെന്ന് തന്നെ ഈ ഒരു ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്ക്, എന്താണ് പ്രൊസീജിയർ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ കർട്ടിസ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കാൻ തുടങ്ങി. മാനുവൽ എടുത്ത് അദ്ദേഹം ചെക്ക് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ചെക്ക് ലിസ്റ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം
ഫ്ലൈറ്റ് എഞ്ചിനീയറായ കേർട്ടിസിന് കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും ഒരുപാട് അങ്ങനെ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, ചെക്ക് ലിസ്റ്റ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ ഇദ്ദേഹം ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ ഇതിനകത്ത് ചെക്ക് ലിസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാക്കിൽ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം, ക്യാബിനിൽ പോയിട്ട് എന്താണ്, എവിടെയാണ് ഫയർ, എത്ര സിവിയർ ആണ് എന്നുള്ളൊരു കാര്യം ഞാൻ ക്യാബിനിൽ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് അദ്ദേഹം ക്യാപ്റ്റനോട് പറഞ്ഞു. ക്യാപ്റ്റൻ പറഞ്ഞു ശരി, പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം കോക്പിറ്റിന് പുറത്തിറങ്ങി ഇദ്ദേഹം പാസഞ്ചർ ക്യാബിനിലൂടെ നടന്നു. അപ്പോൾ ലാസ്റ്റ് റോയിലാണ് തീ കാണുന്നത്, ലാസ്റ്റ് റോയിലാണ് ഇത് വരുന്നത് എന്ന് ഇദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഇദ്ദേഹം നേരെ ബാക്കിലേക്ക് നടന്നു പോകുന്ന സമയത്ത് കാർഗോ കമ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും അദ്ദേഹത്തിന് ക്യാബിനകത്തേക്ക് ചെറിയ പുക വരുന്നത് കാണാൻ സാധിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇതുപോലെ പാസഞ്ചർ ക്യാബിനകത്തേക്ക് പോയ സമയത്താണ് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് പറയുന്നത്, നമ്മൾക്ക് തിരിച്ച് റിയാദ് എയർപോർട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ഓഫീസർ കോൺടാക്ട് ചെയ്തു ATCയെ, റിയാദ് എയർപോർട്ടിലെ ATCയെ കോൺടാക്ട് ചെയ്തു. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ തിരിച്ചു വരികയാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഇത് ഏകദേശം ഈ ഒരു ഫസ്റ്റ് അലാം വന്നതിന് ശേഷം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് വളരെയധികം വൈകിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു എമർജൻസി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ വളരെ പെട്ടെന്നായിരിക്കും ആക്ഷൻസ് പൈലറ്റ് എടുക്കുന്നത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ എല്ലാ ആക്ഷൻസും തന്നെ വളരെയധികം സ്ലോ ആയിട്ടാണ് നടന്നത്. അങ്ങനെ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് ഡൈവേർട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് ഫസ്റ്റ് ഓഫീസർ ഇതുപോലെ ATC ഇൻഫോം ചെയ്തു. എന്നാൽ ഫസ്റ്റ് ഓഫീസർ ഒരിക്കലും ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തില്ല. അതിന് കാരണം എന്താണ്? ക്യാപ്റ്റൻ അദ്ദേഹത്തിനോട് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഓഫീസർ ATCയിൽ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, നമ്മളിതുപോലെ എയർക്രാഫ്റ്റിൽ തീയാണ്, നമ്മുടെ എയർക്രാഫ്റ്റിൽ ഫയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയർ ഫൈറ്റേഴ്സ് എല്ലാം തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് റൺവേയിൽ വേണം എന്നുള്ളൊരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം ഒരു എമർജൻസി അവിടെ ഡിക്ലെയർ ചെയ്തില്ല. അപ്പോഴേക്കും പാസഞ്ചർ ക്യാബിനിൽ പോയ ഫ്ലൈറ്റ് എഞ്ചിനീയർ കേർട്ടിസ് തിരിച്ചു വന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാബിനിൽ എനിക്ക് പുക കാണാൻ സാധിക്കുന്നുണ്ട്, അതിനർത്ഥം കാർഗോ കമ്പാർട്ട്മെൻറ്റിൽ തീയുണ്ട് എന്നാണ്. അങ്ങനെ ഇതിനിടയ്ക്ക് ഒരു ക്യാബിൻ ക്രൂ കൂടെ കോക്പിറ്റിനകത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ക്യാബിൻ ക്രൂ കോക്പിറ്റിനകത്തേക്ക് വന്ന സമയത്ത് ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ ഇതുപോലെ ബാക്കിൽ പാസഞ്ചർ ക്യാബിനിൽ തീയുണ്ട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങളുടെ ഫയർ ഫൈറ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ക്യാബിൻ ക്രൂ ഉടനെ തന്നെ തിരിച്ചു പോയി. അങ്ങനെ ക്യാബിൻ ക്രൂ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് പാസഞ്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും പാസഞ്ചർ ക്യാബിനിൽ ലാസ്റ്റ് റോയിൽ തീ പിടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് റോയിൽ തീ വരാൻ തുടങ്ങിയതോടുകൂടി ലാസ്റ്റ് റോയിലിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ മുന്നിലോട്ട് മൂവ് ചെയ്ത് വരാൻ തുടങ്ങി. അങ്ങനെ ഉടനെ തന്നെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഇൻ്റർഫോൺ എടുത്തു. അവർ ഓൾറെഡി അനൗൺസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ പാസഞ്ചേഴ്സും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കൂടുതൽ പാസഞ്ചേഴ്സും അത് കേട്ടില്ല. അവരപ്പോഴും എയർക്രാഫ്റ്റിൻ്റെ മുന്നിലോട്ട് വരാൻ വേണ്ടിയിട്ട് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഓഫീസർ പിന്നീടും ATC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ATC ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ എയർക്രാഫ്റ്റിൽ എഞ്ചിനാണോ ഫയർ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, എഞ്ചിനല്ല ഫയർ ഉള്ളത്, നമ്മളുടെ എയർക്രാഫ്റ്റിൽ ക്യാബിനകത്താണ് നമുക്ക് ഫയർ കാണാൻ സാധിച്ചത്. അപ്പോൾ ATC തിരിച്ച് ചോദിച്ചു, നിങ്ങളുടെ എയർക്രാഫ്റ്റിൽ മൊത്തം എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷേ ക്യാപ്റ്റന് വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്, ക്യാപ്റ്റന് എയർക്രാഫ്റ്റിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ള കണക്ക് അറിഞ്ഞുകൂടായിരുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു, എനിക്ക് എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാ, ഏകദേശം എയർക്രാഫ്റ്റ് ഫുൾ ആണ് എന്നൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ATC പറഞ്ഞു, ഒക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റി ലാൻഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാം, പെട്ടെന്ന് ലാൻഡ് ചെയ്യാം എന്നൊരു കാര്യം ATC അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ക്യാബിനിൽ പോയി നോക്കിയിട്ട് വരാം, എന്താണ് ക്യാബിനിലെ സിറ്റുവേഷൻ എന്നുള്ള കാര്യം. അങ്ങനെ ഫ്ലൈറ്റ് എഞ്ചിനീയർ പിന്നീട് ക്യാബിനിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന് ക്യാബിനിൽ തീ കാണാൻ സാധിച്ചില്ല. പക്ഷേ ക്യാബിൻ നിറച്ചും പുകയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന് കോക്പിറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു, എനിക്ക് തീ കാണാൻ സാധിക്കുന്നില്ല, എനിക്ക് പുക മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ക്യാബിനകത്ത്. അപ്പോൾ ക്യാപ്റ്റൻ എന്താണ് വിചാരിച്ചത്, ഓക്കെ എന്തായാലും തീ അണഞ്ഞു കാണും, കാരണം ക്യാബിൻ ക്രൂ ഓൾറെഡി ഫയർ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തീ എന്തായാലും അണഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പുക മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലാണ് എന്നുള്ളൊരു കാര്യമാണ് ക്യാപ്റ്റൻ അപ്പോൾ വിചാരിച്ചത്. അങ്ങനെ എയർക്രാഫ്റ്റ് എയർപോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്തും എയർക്രാഫ്റ്റിനകത്ത് കോക്പിറ്റിലെ ക്യാപ്റ്റൻസ് വായിക്കുന്നത് നോർമൽ ലാൻഡിംഗ് ചെക്ക് ലിസ്റ്റാണ്. അവർ എമർജൻസി ലാൻഡിംഗ് ചെക്ക് ലിസ്റ്റ് അല്ല വായിക്കുന്നത്. അത് മാത്രമല്ല അവരൊരു എമർജൻസി ലാൻഡിംഗ് ഒരിക്കലും ATC ആയിട്ട് ഡിക്ലെയർ ചെയ്തതുമില്ല. അങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്യാപ്റ്റന് മറ്റൊരു പ്രോബ്ലം ശ്രദ്ധയിൽപ്പെട്ടത്. എൻജിൻ നമ്പർ 2ാമത്തെ എൻജിന് അധികം പവർ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു പവർ കിട്ടാത്തതിൻ്റെ കാരണം ഈ കാർഗോ ഹോൾഡിലുണ്ടായ ആ ഒരു തീ കാരണം എൻജിനിലേക്കുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷൻ എല്ലാം തന്നെ മെൽറ്റായിട്ട് കേബിൾ ജാമായിപ്പോയി. അങ്ങനെ എൻജിൻ എൻജിൻ ഓൺ ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എൻജിന് ആവശ്യമുള്ള പവർ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഉടനെ ഫ്ലൈറ്റ് എഞ്ചിനീയർ അടുത്ത് പറഞ്ഞു, എൻ്റെ എൻജിൻ നമ്പർ 2 വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് പവർ കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ എഞ്ചിനീയർ തിരിച്ചു പറഞ്ഞത്, അത് കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ വിട്ടേക്ക്, നമ്മൾക്കിപ്പോൾ ലാൻഡിങ്ങിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ആ എൻജിൻ്റെ കാര്യം വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഒരു എൻജിൻ ഷട്ട്
ഡൗൺ ചെയ്യാം. അങ്ങനെ ക്യാപ്റ്റൻ ആ ഒരു എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ ആരംഭിച്ചു. ഈ സമയത്ത് വേറൊരു ക്യാബിൻ ക്രൂ കോക്പിറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു, ക്യാപ്റ്റൻ ബാക്കിലത്തെ 2 ഡോറും ഫയറാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എയർക്രാഫ്റ്റ് ക്യാബിനകത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, എന്താണ് ചെയ്യേണ്ടതെന്ന് ക്യാപ്റ്റനോട് ചോദിച്ചു. അങ്ങനെ ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എക്സ്ട്രാ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഫയർ. അപ്പോൾ ഇവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെയും ക്യാബിൻ ക്രൂ വന്ന് പറഞ്ഞു, ക്യാപ്റ്റൻ നമ്മളുടെ എല്ലാ എക്സ്റ്റിംഗ്വിഷേഴ്സും തീർന്നിരിക്കുകയാണ്, നമ്മളെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു, ക്യാബിനകത്ത് നല്ല പുകയുണ്ട്, പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ക്യാബിൻ്റെ മുന്നിലോട്ട് വരാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്, നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ കേൾക്കുന്നില്ല, നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇവാക്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ, അതായത് ഡോർ തുറന്ന് പെട്ടെന്ന് തന്നെ പാസഞ്ചേഴ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ അതിന് ആ സമയത്ത് മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷേ ആ സമയത്ത് ഫ്ലൈറ്റ് എഞ്ചിനീയർ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് നമ്മൾ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഡോർ തുറന്ന് ഇവാക്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് ഫ്ലൈറ്റ് എഞ്ചിനീയർ പറഞ്ഞു. പക്ഷേ ക്യാബിൻ ക്രൂ എപ്പോഴും എടുക്കുന്ന ഓർഡേഴ്സ് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ക്യാബിൻ ക്രൂ പിന്നീടും ക്യാപ്റ്റനോട് ചോദിച്ചു, ക്യാപ്റ്റൻ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പാസഞ്ചേഴ്സിനെ ഇവാക്യുവേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ക്യാപ്റ്റൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ നിൽക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ അവിടെ ഒരു ഇവാക്യുവേഷൻ ഒരു ഓർഡർ ക്യാപ്റ്റൻ കൊടുക്കുന്നില്ല. അങ്ങനെ ക്യാബിൻ ക്രൂ തിരിച്ച് ക്യാബിനിലേക്ക് പോയി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ക്യാബിൻ ക്രൂ ഇൻ്റർഫോൺ എടുത്തു, എല്ലാ പാസഞ്ചേഴ്സിനും ബ്രേസ് പൊസിഷൻ കൊടുത്തു. അങ്ങനെ ബ്രേസ് പൊസിഷൻ എന്താണ് എന്നും അതെങ്ങനെയാണ് ആ ഒരു ബ്രേസ് പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യവും ക്യാബിനകത്ത് എല്ലാ ഫ്ലൈറ്റ് അറ്റൻഡൻസും പാസഞ്ചേഴ്സിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ എയർക്രാഫ്റ്റ് റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന എയർക്രാഫ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസേഴ്സിനും കാണാൻ പറ്റുന്നുണ്ട് ഫയർ ട്രക്സ് ഒക്കെ ഓൾറെഡി സ്റ്റാൻഡ് ബൈ ആയിട്ട് റൺവേയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി റൺവേയിൽ ഫയർ ട്രക്സ് നിൽക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലൈറ്റ് എഞ്ചിനീയറും ക്യാപ്റ്റനും കൂടെ ഡിസിഷൻ എടുത്തു, ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓക്കെയാണ്, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു കാര്യമാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ എയർക്രാഫ്റ്റ് 23 മിനിറ്റുകൾക്ക് ശേഷം, അതായത് ആദ്യത്തെ ആ ഒരു സ്മോക്ക് അലാം കേട്ട് കഴിഞ്ഞ് 23 മിനിറ്റുകൾക്ക് ശേഷം സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് നമ്പർ 163 റിയാദിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡിംഗ് എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു. അങ്ങനെ ലാൻഡിംഗ് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റ് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം ക്യാപ്റ്റൻ ഓൾറെഡി റൺവേയിൽ കൂടെ തന്നെ ഏകദേശം 2 മിനിറ്റ് 40 സെക്കൻഡ്സ് അദ്ദേഹം റൺവേ യൂസ് ചെയ്തു, ലെങ്ത് മുഴുവൻ അദ്ദേഹം യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ടാക്സി വേയിലൂടെ പോയിട്ടാണ്, അവസാനത്തെ ടാക്സി വേയിൽ പോയിട്ടാണ് അദ്ദേഹം ഈ ഒരു എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ഫയർ ട്രക്സ് എല്ലാം തന്നെ എയർക്രാഫ്റ്റിന് ചുറ്റും വന്നു. എയർക്രാഫ്റ്റിന് ചുറ്റും ഫയർ ട്രക്സ് വന്നെങ്കിൽ പോലും അവർക്കൊന്നും തന്നെ എയർക്രാഫ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം എൻജിൻസ് എപ്പോഴും റണ്ണിങ് സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റിൽ നിന്നും ഈ ഒരു എൻജിൻസ് ഓഫ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫയർ ട്രക്കിൽ നിന്നും അവർ ATC ഇൻഫോം ചെയ്തു, നമ്മൾക്ക് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം എൻജിൻസ് ഓൺ ആണ്. അപ്പോൾ ഉടനെ തന്നെ ATCയിൽ നിന്നും ക്യാപ്റ്റനെ വിളിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞു, നമ്മളിപ്പോൾ തന്നെ എൻജിൻ ഓഫ് ചെയ്യാൻ പോവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എൻജിൻസ് ഓഫ് ചെയ്തു. അങ്ങനെ ഇതിനിടയ്ക്ക് ഫയർ ഫൈറ്റേഴ്സിന് കാണാൻ പറ്റുന്നുണ്ട് എയർക്രാഫ്റ്റിനകത്ത് ലാസ്റ്റ് റോയിൽ നിന്നും തീ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വിൻഡോയുടെ ഉള്ളിലൂടെ. അങ്ങനെ അവർ നോക്കി നിന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂസിലാജ്, അതായത് എയർക്രാഫ്റ്റിൻ്റെ മുകളിലുള്ള ഭാഗം ഈ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ്. അപ്പോൾ അങ്ങനെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫയർ ഫൈറ്റേഴ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്പ്രേ എടുത്തിട്ട് എയർക്രാഫ്റ്റിലേക്ക് ആ ഒരു പ്ലെയിനിൽ പുറത്തേക്ക് അടിക്കുകയാണ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ATC ഉടനെ തന്നെ ക്യാപ്റ്റനെ ഇൻഫോം ചെയ്തു, ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവാക്യുവേറ്റ് ചെയ്യാം, നിങ്ങളിപ്പോൾ തന്നെ ഇവാക്യുവേറ്റ് ചെയ്യൂ എന്നൊരു കാര്യമാണ് ATCയിൽ നിന്നും ക്യാപ്റ്റനെ അവർ ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ നിന്നും അവസാനം കേട്ടൊരു മെസ്സേജ് ആയിരുന്നു, ഓക്കെ നമ്മളിപ്പോൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കോക്പിറ്റിൽ നിന്നും അവസാനമായിട്ട് ATCയിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ATCയിൽ നിന്നും കോക്പിറ്റിലേക്ക് വന്ന യാതൊരു കോൾസും അവർ അറ്റൻഡ് ചെയ്തില്ല. എല്ലാ കോൾസും തന്നെ ആരും ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഏകദേശം 23 മിനിറ്റുകൾ, അതായത് എൻജിൻ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടാണ് ഫയർ ഫൈറ്റേഴ്സിന് എയർക്രാഫ്റ്റിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റിയത് പുറത്തു നിന്നും. അങ്ങനെ ഇവർ ഡോറ് ഓപ്പൺ ചെയ്തു. അകത്ത് കയറിയ സമയത്ത് ഇവർ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. കാരണം ഒരാളെ പോലും ജീവനോട് അവർക്ക് കാണാൻ സാധിച്ചില്ല. ഒന്നാമത് എയർക്രാഫ്റ്റിനകത്ത് മൊത്തം പുകയായിരുന്നു. ആ പുകയിൽ കൂടെ ഇവർ വിളിച്ചു ചോദിച്ചു ആരെങ്കിലും ജീവനോടെ ഉണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ള കാര്യം. പക്ഷേ ആരും അതിനൊരു ആൻസറും കൊടുത്തില്ല. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഫയർ ഫൈറ്റേഴ്സ് ഇതുപോലെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിനകത്തിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഇവാക്യുവേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, അതായത് ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനകത്തിരുന്ന് തന്നെ വിഷപ്പുക ശ്വസിച്ച് മരിക്കുകയായിരുന്നു. എയർക്രാഫ്റ്റ് സേഫായിട്ട് ലാൻഡായി, റൺവേയിൽ ലാൻഡ് ചെയ്തു. എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ ഓഫായി. അത് കഴിഞ്ഞിട്ട് പോലും ഇവാക്യുവേഷനുള്ളൊരു ഓർഡർ ക്യാപ്റ്റൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ അവർ ഇവാക്യുവേഷനുള്ള ഓർഡർ കൊടുക്കാത്തത് എന്നുള്ള കാര്യം ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് ഇന്നും അവ്യക്തമായി തന്നെ നിൽക്കുന്ന ഒരു കാരണമാണ്. അതുമാത്രമല്ല, ഈ ഒരു ഇവാക്യുവേഷൻ ഓർഡേഴ്സ് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ആ ഒരു ഡോർ തുറക്കാതിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് അവർ വിശ്വസിച്ച് അതായത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പിന്നീട് കണ്ടുപിടിച്ച വേറൊരു കാര്യമാണ്, ചിലപ്പോൾ ഈ എയർക്രാഫ്റ്റിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് തള്ളി തിക്കും തിരക്കും കൂട്ടി വന്നതുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻസിന് ആ ഡോർ തുറക്കാൻ പറ്റാതിരുന്നതാണോ എന്നൊരു സംശയം കൂടെ പിന്നീട് അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പക്ഷെ ഇതിൽ എന്താണ് കാരണം എന്നുള്ളത് ഇന്നും അവ്യക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നീട് സൗദി ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച സമയത്ത് എന്തുകൊണ്ടാണ് തീപിടുത്തം ഈ ഒരു കാർഗോ ഹോൾഡിൽ ഉണ്ടായത് എന്നവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കാരണം എയർക്രാഫ്റ്റ് തന്നെ കംപ്ലീറ്റ് കത്തി നശിച്ചു പോയിരുന്നു. അപ്പോൾ അതിൽ നിന്നും യാതൊരു എവിഡൻസും അവർക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിനകത്ത് ചിലപ്പോൾ ഒരു പാസഞ്ചർ ബാഗിൽ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു ഐറ്റം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തീപ്പെട്ടി, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ പാസഞ്ചേഴ്സ് മക്കയിലേക്ക് പോകുന്ന സമയത്ത് കെറോസിൻ സ്റ്റൗ കൊണ്ടുപോകാറുണ്ട് ക്യാബിനകത്ത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പാസഞ്ചർ ഇതിനകത്ത് വെച്ച് കത്തിക്കാൻ നോക്കിയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വച്ചത്. ഇതെല്ലാം തന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലത്തൊന്നും അത്ര സെക്യൂരിറ്റി അത്ര സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ക്യാബിനിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായതെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, പിന്നീട് അവർ ക്യാപ്റ്റൻസിൻ്റെ ആ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു. എത്ര എഫിഷ്യൻ്റ് ആയിരുന്നു ക്യാപ്റ്റൻ എന്നുള്ളൊരു കാര്യം അവർ പരിശോധിച്ച സമയത്ത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ക്യാപ്റ്റൻ ഈ ഒരു ടൈപ്പ് ട്രെയിനിങ് ഈ ഒരു എയർക്രാഫ്റ്റിലേക്ക് ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് അദ്ദേഹം വളരെ ബിലോ ആവറേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് റെക്കോർഡ്സിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റസ്. അതുപോലെ അദ്ദേഹം പല സമയത്തും ട്രെയിനിങ്ങിൽ ഫെയിൽ ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു എയർക്രാഫ്റ്റിലേക്ക് അദ്ദേഹത്തിന് ട്രെയിനിങ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് ഈ എയർക്രാഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് റെക്കോർഡ്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യൻ എയർലൈൻസ് നടത്തിയ പൈലറ്റ് കേഡറ്റ് പ്രോഗ്രാമിൽ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പോലും പിന്നീട് സൗദി നാഷണൽ ആയതുകൊണ്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റിയിൽ നിന്നും കുറച്ച് ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തെ പിന്നീട് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ മാത്രമല്ല, ഫെയിലായ ഒരുപാട് സ്റ്റുഡൻസിനെ സൗദി നാഷണൽസിനെ അവർ പിന്നീട് തിരിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സൗദി അറേബ്യൻ എയർലൈൻസിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചത്. അങ്ങനെ 2 പൈലറ്റ്സും ഒട്ടും എഫിഷ്യൻ്റ് അല്ലാത്ത ആളുകളായിരുന്നു എന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്തൊരു പ്രശ്നം വന്നാലും അദ്ദേഹം നോ പ്രോബ്ലം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിരുന്നു. ഈ എല്ലാ പ്രശ്നങ്ങളും കോക്പിറ്റിൽ നടക്കുന്ന സമയത്തും ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു വാക്കായിരുന്നു അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്റ്റന് വളരെ ഫോൾസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാനുമാണ് അത് കാരണമായത്. സ്മോക്കെല്ലാം ആദ്യം വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ക്യാപ്റ്റൻ ഫ്ലൈറ്റ് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുത്ത് എയർക്രാഫ്റ്റ് പെട്ടെന്ന് ലാൻഡ് ചെയ്ത് പെട്ടെന്ന് ഇവാക്യുവേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ റിപ്പീറ്റായിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് വന്ന് ഇവാക്യുവേഷൻ ഓർഡേഴ്സ് തരാമോ എന്ന് ചോദിച്ചെങ്കിൽ പോലും അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അദ്ദേഹം എമർജൻസി ഡിക്ലെയർ ചെയ്തില്ല. അതുപോലെ തന്നെ പിന്നീട് ഇവർ നോക്കിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ അദ്ദേഹം വളരെ ഉച്ചത്തിൽ കോക്പിറ്റിനകത്ത് പാട്ട് പാടുന്നതായിട്ട് കേൾക്കാമായിരുന്നു. അത് അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനെല്ലാം നടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഉച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കോക്പിറ്റിനകത്ത്. ഇതെല്ലാം പിന്നീട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ വളരെയധികം അതിശയിപ്പിച്ച കാര്യങ്ങളാണ്. 2010 അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടറായിരുന്ന മിസ്റ്റർ മൈക്കിൾ ബസ്ബി അവിടുത്തെ ഒരു ആർട്ടിക്കിളിൽ കൊടുത്ത അഭിമുഖത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് മിസ്റ്റർ മൈക്കിൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം സൗദി അറേബ്യയിലെ എയർപോർട്ടിന് അടുത്തുള്ള ഒരു വില്ലയിലാണ് താമസിച്ചിരുന്നത്. ഈ വില്ലയിൽ നിന്ന് നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എയർപോർട്ട് കാണാം, റൺവേ കാണാം, ടാക്സി വേ കാണാം, എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാം തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അങ്ങനെ അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് സൗദി അറേബ്യൻ എയർലൈൻസ് 163 അവിടെ ലാൻഡ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. കാരണം സൗദി അറേബ്യൻ എയർലൈൻസ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സൗദിയിലെ ഭരണാധികാരിയായിരുന്ന അന്നത്തെ രാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ എയർക്രാഫ്റ്റ് 747 എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റൺവേയിലേക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ സൗദിയിലെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് സൗദി ഭരണാധികാരിയുടെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ ഗ്രൗണ്ടിൽ ഒരു എയർക്രാഫ്റ്റും ഒരു ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ് പോലും മൂവ് ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാ എയർ ട്രാഫിക്കും ഫ്രീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഇവാക്യുവേഷനിൽ വന്നത് എന്നാണ് ഇദ്ദേഹം ആർട്ടിക്കിളിൽ കൊടുത്ത വെളിപ്പെടുത്തലിൽ ഉണ്ടായിരുന്നത്.
സൗദി ഭരണാധികാരിയുടെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത്രയധികം പാസഞ്ചേഴ്സിനെ ആക്റ്റീവ് റൺവേയിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റിന് ഡിലേ വരികയും അതുപോലെ തന്നെ അതിൽ നിന്നും എന്തെങ്കിലും പണിഷ്മെൻറ്റ് തങ്ങൾക്കുണ്ടാകും എന്നുള്ള ഭീതിയാണ് പൈലറ്റ് ഈ ഒരു ഇവാക്യുവേഷൻ കുറച്ചു നേരം തടഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. ഇതിന് മുൻപും അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രൗണ്ട് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് സൗദി ഭരണാധികാരിയുടെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് മൂവ്മെൻറ്റ് ഉണ്ടായ സമയത്ത് പല ആളുകളെയും ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു പണിഷ്മെൻറ്റ് തങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു പേടിയാണ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും എയർക്രാഫ്റ്റ് റൺവേയിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാതെ ദൂരെ മാറി ടാക്സി വേയിലേക്ക് കൊണ്ടുപോകാൻ പൈലറ്റിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് റാമ്പിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിരുന്ന മിസ്റ്റർ അൽ നാസർ എന്ന് പറയുന്ന ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു. അദ്ദേഹം ആക്സിഡൻറ്റ് നടന്ന സമയത്ത് റാമ്പിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിറ്റ്നസ് റിപ്പോർട്ടിൽ അദ്ദേഹം കൊടുത്തിരുന്നത്, ഞാൻ 747 എന്നൊരു എയർക്രാഫ്റ്റ് ആ സമയത്ത് ഹാൻഡിൽ ചെയ്യായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ 747 പക്ഷേ സൗദി ഭരണാധികാരിയുടെ എയർക്രാഫ്റ്റ് ആണ് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം സൗദി അറേബ്യൻ എയർലൈൻസിൽ ഡോർസ് തുറക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതും അത്രയും പാസഞ്ചേഴ്സ് അതിനകത്ത് ഈ ഒരു വിഷപ്പുക ശ്വസിച്ച് മരിച്ചതും എന്നാണ് മിസ്റ്റർ മൈക്കിൾ വിശ്വസിച്ചിരുന്നത്. അന്ന് അദ്ദേഹത്തിന് അത് ആരോടും പറയാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം സൗദി അറേബ്യയിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും ഇതേ ഒരു കാര്യം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സൗദി ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ക്യാമറ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയുണ്ടായി. അതുകൊണ്ട് പിക്ചേഴ്സൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നീട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സൗദി അറേബ്യൻ എയർലൈൻസിലുണ്ടായി. കാർഗോ ക്ലാസിഫിക്കേഷൻ തന്നെ അവർ മാറ്റുകയുണ്ടായി ഈ ഒരു പർട്ടിക്കുലർ എയർക്രാഫ്റ്റിൽ നിന്നും. അതുപോലെ ട്രെയിനി പൈലറ്റ്സ് ഏതെങ്കിലും ഒരു എക്സാമിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് സൗദി അറേബ്യൻ എയർലൈൻസിൽ ജോലി കൊടുക്കാതെയായി. എക്സ്പീരിയൻസ് കുറവുള്ള ക്യാപ്റ്റൻ, ഫസ്റ്റ് ഓഫീസർ, ഫ്ലൈറ്റ് എഞ്ചിനീയർ, ഇങ്ങനെ 3 പേരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഒരു ഫ്ലൈറ്റിൽ ഇടാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൂടെ സൗദി അറേബ്യൻ എയർലൈൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫയർ ഫൈറ്റേഴ്സ് ഈ ഡോർ തുറക്കാൻ വൈകിയത് അവർക്ക് ഡോർ എങ്ങനെ തുറക്കണം എന്നറിഞ്ഞുകൂടാ എന്നതുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസും ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു എമർജൻസി വരുന്ന സമയത്ത് എങ്ങനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൂടെ കൊടുക്കുകയുണ്ടായി. അതുപോലെ എയർക്രാഫ്റ്റിനകത്ത് ഒരു തീ ഉണ്ടായാലോ പുകയുണ്ടായാലോ എന്ത് ആണ് ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങും അതിൻ്റെ പ്രോട്ടോക്കോളും എല്ലാം തന്നെ സൗദി അറേബ്യൻ എയർലൈൻസ് പിന്നീട് മാനുവലിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫീസേഴ്സിനോട് കുറച്ചും കൂടെ അസേർട്ടീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെന്ന് സൗദി അറേബ്യൻ എയർലൈൻസ് നിർദ്ദേശിക്കുകയുണ്ടായി. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ക്യാപ്റ്റൻ ഇത്രയും മിസ്റ്റേക്ക് ചെയ്തിട്ട് പോലും ഫസ്റ്റ് ഓഫീസർ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു സജഷൻ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇൻപുട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടുപിടിച്ചത്. ക്യാബിൻ ക്രൂവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ക്യാബിനകത്തുണ്ടായിരുന്ന എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും യൂസ് ചെയ്തിട്ടാണ് തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ റിപ്പീറ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിക്കിലും അവർ ചെയ്തു. എന്നിട്ട് പാസഞ്ചേഴ്സിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി അവർ നോക്കി. അതുപോലെ ഇവാക്യുവേഷൻ ഓർഡേഴ്സ് കിട്ടുന്നതിന് വേണ്ടി റിപ്പീറ്റായിട്ട് ക്യാപ്റ്റനോട് പോയി ചോദിച്ചു. ഒരു പക്ഷേ ആ ഓർഡേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം സംഭവിക്കുമായിരുന്നില്ല. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ക്രൂ ഡോർ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ പാസഞ്ചേഴ്സിനും പുറത്തിറക്കുമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഏകദേശം 2 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടാണ് ക്യാപ്റ്റൻ ടാക്സി വേയിലേക്ക് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്തത്. ഏറ്റവും എമർജൻസി ആയിട്ട് റൺവേയിൽ തന്നെ നിർത്തി അവിടെ നിന്ന് തന്നെ വെച്ച് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു വിമാനമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും വളരെയധികം അശ്രദ്ധ മൂലം ഇത്രയും ഒരു ഡിലേ എയർക്രാഫ്റ്റിൽ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തത് സേഫ് ആണെങ്കിൽ തന്നെയും ഒരാൾക്ക് പോലും ആ എയർക്രാഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും തന്നെ വിഷപ്പുക ശ്വസിച്ചാണ് മരിച്ചുപോയത്. എയർക്രാഫ്റ്റ് തുറന്ന ഉടനെ തന്നെ ഈ ഒരു ഫയർ ഫൈറ്റേഴ്സ് എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം അപ്പോഴേക്കും എല്ലാവരും മരിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് 16 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി അറേബ്യൻ എയർലൈൻസിൽ മറ്റൊരു വലിയ അപകടം ഉണ്ടാകുന്നത്. ഹരിയാനയിലെ ചർഖിദാദ്രി എന്ന് പറയുന്ന വില്ലേജിന് മുകളിൽ വെച്ചിട്ട് സൗദി എയർലൈൻസിൻ്റെ 747 വിമാനവും അതുപോലെ കസാഖിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനവും കൂടെ കൂട്ടിയിടിച്ചിട്ടുള്ള മറ്റൊരു ദുരന്തം കൂടെ പിന്നീടുണ്ടായി. പക്ഷേ ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു അപകടമായിട്ട് തന്നെയാണ് ഇന്നും ഏവിയേഷൻ്റെ ഹിസ്റ്ററിയിൽ നിൽക്കുന്നത്. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണമെന്നോ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ ഇവാക്യുവേഷൻ ഓർഡർ ചെയ്യാത്തതെന്നോ ഇന്നും അവ്യക്തമായിട്ട് തന്നെ തുടരുന്ന ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതാണ്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.